പ്രവർത്തനം 6.4 ഭൂപടത്തിൽ എന്റെ വീടും. വിക്കിമാപ്പിയ തുറന്ന് വീടിന്റെ അക്ഷാംശ രേഖാംശ രേഖകൾ കണ്ടെത്താൻ നിങ്ങളുടെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. ഇത് എങ്ങനെ കണ്ടെത്താം? തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. ആദ്യത്തെ പ്രവർത്തനമായിട്ട് തന്നിട്ടുള്ളത് വിക്കിമാപ്പിയ തുറന്ന് നിങ്ങളുടെ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ചെയ്തു നോക്കാം. ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇന്റർനെറ്റ് എന്നതിന് നേരെ ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വിക്കിമാപ്പിയയുടെ അഡ്രസ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അതിവിടെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്തു കൊടുക്കാം. കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഇവിടെ വിക്കിമാപ്പിയ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ വിക്കിമാപ്പിയ എന്ന് ടൈപ്പ് ചെയ്തു സെർച്ച് ചെയ്യുകയാണ്. wikimappia.org ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. വിക്കിമാപ്പിയ തുറന്നു വന്നിരിക്കുന്നു. ഇനി നമ്മളുടെ സ്ഥലം കണ്ടെത്തണം. വീടിരിക്കുന്ന സ്ഥലം കണ്ടെത്തുവാൻ വേണ്ടി സ്ഥലത്തെ സംബന്ധിക്കുന്ന സൂചനകൾ ടൈപ്പ് ചെയ്ത് നോക്കുക. കൊളമംഗലം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം സെർച്ച് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കുളമംഗലത്തുള്ള ചില സ്ഥലങ്ങൾ ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. ഇതിൽ വീടിനടുത്തുള്ള ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ AMLPS കുളമംഗലം എന്ന് കാണുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ സ്കൂളിനടുത്താണ് വീട് അടയാളപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. AMLPS കുളമംഗലം എന്ന ഭാഗത്ത് മൗസ് പോയിന്റർ എത്തിക്കുമ്പോൾ മാപ്പിൽ ഇവിടെ വന്ന നിറവ്യത്യാസം ശ്രദ്ധിക്കുക. ഒന്നുകൂടി AMLPS കുളമംഗലം എന്നതിൽ മൗസ് പോയിന്റർ എത്തിക്കുകയാണ്. മുൻപ് സൂചിപ്പിച്ച ഭാഗത്ത് ചുവന്ന നിറത്തിൽ ഒരു അടയാളം കാണുന്നുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ഇതുപോലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുവാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇവിടെ AMLPS കണ്ടെത്തി കഴിഞ്ഞു. ഇതിനടുത്തായിട്ടാണ് അടയാളപ്പെടുത്തുവാനുള്ള വീടുള്ളത്. ടെസ്റ്റിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് പരമാവധി സൂം ചെയ്ത് നോക്കേണ്ടതുണ്ട്. നമുക്ക് ടെസ്റ്റ് ഒന്നുകൂടി പരിശോധിക്കാം. നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വ്യക്തമാകും വിധം ഭൂപടം പരമാവധി വലിപ്പത്തിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭൂപടം പരമാവധി വലിപ്പത്തിലാക്കുന്നതിന് വേണ്ടി ഇവിടെ സൂം ടൂൾ ഉണ്ട്. അതിൽ പലവട്ടം ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ മൗസ് സ്ക്രോൾ ചെയ്താലും മതി. ഇവിടെ ഇപ്പോൾ മൗസ് സ്ക്രോൾ ചെയ്യുകയാണ്. സ്ക്രോൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് പരമാവധി വലിപ്പത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്ന വീട് കണ്ടെത്തുന്നതിനായി ഇതിന് സമീപമുള്ള വീടുകൾ പരിശോധിക്കുകയാണ്. ഇവിടെ നിന്ന് പടിഞ്ഞാറോട്ട് മാറിയിട്ട് വടക്കോട്ടുള്ള വഴിയെ പോയി കഴിഞ്ഞാൽ അടയാളപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ സ്ഥലത്തെത്തും. ഇതാണ് അടയാളപ്പെടുത്തുവാനുള്ള വീട്. മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യാനുസരണം നമുക്ക് മാപ്പിനെ ക്രമീകരിക്കാവുന്നതാണ്. ഇപ്പോൾ അടയാളപ്പെടുത്താൻ പോകുന്ന വീട് സെന്ററിൽ വരത്തക്ക രീതിയിൽ ക്രമീകരിച്ചു. ഇനി പറഞ്ഞിട്ടുള്ളത് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്ഷാംശ രേഖാംശങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അക്ഷാംശ രേഖാംശങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. വീട് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. അതിന് ആഡ് പ്ലേസ് ബട്ടൺ അമർത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആഡ് പ്ലേസ് ബട്ടൺ ഉണ്ട്. ഇത് അമർത്താം. അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ന്യൂ പ്ലേസ് ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ടെസ്റ്റിൽ പറഞ്ഞതുപോലെ ആഡ് പ്ലേസ് ബട്ടൺ അമർത്തുന്നു. അതിനുശേഷം അടയാളപ്പെടുത്തേണ്ട വീടിനൊരു ബൗണ്ടറി വരച്ചു ചേർക്കുന്നു. ആദ്യം ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് അടുത്ത കോർണറിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും അടുത്ത കോർണറിൽ ക്ലിക്ക് ചെയ്യുന്നു. നാലാമത്തെ കോർണറിൽ ക്ലിക്ക് ചെയ്തു. ഇനി ആദ്യം ക്ലിക്ക് ചെയ്തെടുത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ബൗണ്ടറികൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇതിനെ സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ് ചെയ്യുവാനായിട്ട് ഇവിടെ സേവ് എന്ന് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വിവരങ്ങൾ ചേർത്ത് കൊടുക്കുക. ആദ്യം ടൈറ്റിൽ ചേർത്ത് കൊടുക്കണം. വീടിന്റെ പേര് ടൈറ്റിലായിട്ട് ചേർത്ത് കൊടുക്കാം.
വീടിന്റെ പേര് ചേർത്ത് കൊടുത്തു. ഇനി അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ചെറിയൊരു വിവരണം ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ അഡ്രസ്സ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ഓപ്ഷനുകളുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്ട്രീറ്റ് കൊടുക്കാം. ബാവപ്പടി വളാഞ്ചേരി എന്നുള്ളത് ചേർത്തു. ഇനി ബിൽഡിംഗ് നമ്പർ അറിയാമെങ്കിൽ അതിവിടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കാറ്റഗറീസ് മതി. ഇവിടെ ഹൗസ് എന്ന് സെലക്ട് ചെയ്തു. ഇങ്ങനെ ആവശ്യമായ വിവരങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ കൊടുത്ത വിവരങ്ങൾ അനുസരിച്ച് വീട് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം മൗസ് പോയിന്റർ നമ്മൾ അടയാളപ്പെടുത്തിയ വീടിന് മേലെ വയ്ക്കുകയാണ്. മൗസ് പോയിന്റർ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ പുഷ്പവിലാസം എന്ന് നമ്മൾ അടയാളപ്പെടുത്തിയ വീടിന്റെ പേര് കാണാൻ കഴിയുന്നുണ്ട്. അത് കൂടാതെ ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊടുത്ത എല്ലാ വിവരങ്ങളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു.